ഒരു മുസ്ലിം പള്ളിയിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അത് ഗുജറാത്തിൽ ഒരു പള്ളിയിൽ എന്തൊക്കെയോ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് പ്രിയനാഥ്? അതായത് ജാംനഗറിലെ ഒരു മസ്ജിദ് അനധികൃതമായി നിർമ്മിച്ചു. 25 വർഷം മുമ്പാണ് അത് അനധികൃതമായിട്ട് നിർമ്മിച്ചത്. അപ്പോൾ ആ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് രുക്മതി റിവറിൻ്റെ, അതായത് രുക്മതി നദിയുടെ തീരത്താണ്. അപ്പോൾ ആ നദിയിൽ മഴക്കാലമാകുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴത്തേക്കും വെള്ളം ഒഴുകാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോൾ ആ റിവർ ബേസിൻ മുഴുവൻ നിറഞ്ഞ് കവിയുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ അനധികൃത നിർമ്മാണങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കിയാലേ ഈ പറയുന്ന പ്രദേശത്തുള്ള വെള്ളക്കെട്ടിന് ഒരു പരിഹാരമാവുള്ളൂ. ബച്ചു നഗർ കോളനി എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയായിരുന്നു ഇത്. 25 വർഷം മുമ്പാണ് നിർമ്മിച്ചത്. യാതൊരു അനുമതിയും ഒരു വാങ്ങിച്ചിരുന്നുമില്ല. അനധികൃതമായി നിർമ്മിച്ച ഈ പള്ളിക്കകത്തുണ്ടായിരുന്നത് വലിയ സ്വിമ്മിംഗ് പൂള്, ബാത്ത് ടബ്, വിശാലമായ അനേകം മുറികൾ, ഇതെല്ലാം അടങ്ങിയതാണ് ഈ ലക്ഷറി സൗകര്യങ്ങളോടുകൂടിയ ഈ പള്ളിക്കകത്ത് നിർമ്മിച്ചിരുന്നതെന്നാണ്. ഇതിന് ചുറ്റുവട്ടത്തായി ഏതാണ്ട് 300ഓളം കെട്ടിടങ്ങൾ അധികൃതർ പൊളിച്ചു നീക്കിയിരുന്നു. സ്വിമ്മിംഗ് പൂളും ബാത്ത് ടബും ഒക്കെ സാധാരണ പള്ളിക്കകത്ത് ഇത്തരം സാധനങ്ങളൊന്നും ഉണ്ടാവാറില്ല. സ്വിമ്മിംഗ് പൂൾ, പള്ളി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം പള്ളി, മസ്ജിദ് എന്ന് പറയുന്നത് നമാസിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് ഏറ്റവും പരിപാവനവും പവിത്രവുമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ആ പ്രദേശത്ത്, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹാളുണ്ടായിരിക്കണം, പ്രാർത്ഥനാ കേന്ദ്രമുണ്ടായിരിക്കണം, വിശ്രമിക്കാനുള്ള ചെറിയ സൗകര്യങ്ങളുണ്ടായിരിക്കണം, കൈകാൽ കഴുകി ശുചിയായി വരുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അത്യാവശ്യം വേണ്ട ആഹാരം പാകം ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ഇടവും ഉണ്ടാകും. കാരണം ഈ പറയുന്ന നോമ്പ് കാലത്തൊക്കെ ദാനകർമ്മങ്ങളെല്ലാം ചെയ്യാനായിട്ട് മുസ്ലിങ്ങൾ എല്ലാവരും തയ്യാറാകാറുണ്ട്. കാരണം മുസ്ലിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ് ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പറയുന്ന സക്കാത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ്. അങ്ങനെയുള്ള ഒരു പവിത്രമായ സ്ഥലത്താണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്? സ്വിമ്മിംഗ് പൂൾ അടക്കം കെട്ടി ബാത്ത് ടബോടുകൂടിയ വിശാലമായ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ബാത്റൂമുകളും ഒക്കെ കെട്ടി വിശാലമായ മുറികളൊക്കെ ഒരുക്കി ലക്ഷറി സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നത്. അതായത് രംഗമതി റിവർ എന്ന് പറയും. ആ റിവറിൻ്റെ സൈഡിലാണ് ഈ പറയുന്ന മേഖല ഉണ്ടായിരുന്നത്. ഈ പള്ളിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ കയ്യേറിയിരുന്നത് ഈ പറയുന്ന ഗുണ്ടകളും അതുപോലുള്ള ആൾക്കാരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തോട് സാധാരണഗതിയിൽ ആർക്കും അങ്ങനെ കടന്നു ചെല്ലാനോ ഒന്നും കഴിയില്ല. 8 ലക്ഷം സ്ക്വയർ ഫീറ്റിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഈ നിർമ്മിതികളെല്ലാം നിറഞ്ഞു വരുന്നത്. ഏതാണ്ട് 200 കോടി രൂപയുടെ നിർമ്മിതികൾ അവിടെ ഉണ്ടായിരുന്നു. വലിയ മെഷീൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 100-ലേറെ ആൾക്കാർ ശ്രമപ്പെട്ടാണ് ഈ പറയുന്ന പ്രദേശത്തെ മെഗാ ഡെമോളിഷൻ നടപ്പിലാക്കിയത്. അനധികൃതമായിട്ടുണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും അവർ നീക്കി. 294 വീടുകളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 25-20 വർഷം ആ കാലയളവിൽ പഴക്കമുള്ളതാണ് ഇവയെല്ലാം തന്നെ. ഫോർമൽ അപ്രൂവൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ സാധാരണഗതിയിലുള്ള അനുമതിയെല്ലാം വാങ്ങിക്കൊണ്ടാണ് ഈ വീടുകളെല്ലാം തന്നെ പൊളിച്ചു നീക്കിയത്. ഇവരെ അവിടെ നിന്നെല്ലാം മാറ്റി പാർപ്പിച്ചിരുന്നു. ആൾക്കാരൊന്നും അവിടെ ഇല്ലായിരുന്നു. അവിടെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന മേഖലയിൽ ജാംനഗറിലെ ഈ നദി ഒഴുകുന്ന പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് കാരണം അനധികൃത, നമുക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് ഈ വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടാകുന്നത്. കൃത്യമായ രീതിയിലുള്ള ശാസ്ത്രീയമായ ഓട നിർമ്മാണവും അതോടൊപ്പം തന്നെ ഈ കോർപ്പറേഷന്റെ അലംഭാവവും ഒക്കെ തന്നെയാണ്. അതായത് ആമയഞ്ചാൻ തോടാണ് കടന്നു പോകുന്ന ഹൃദയഭാഗത്തെ വെള്ളം മൊത്തം വഹിച്ചുകൊണ്ട് പാർവതി പുത്തനാറിലേക്ക് പോകുന്ന ഒരു ഡ്രെയിനേജ്. ആ ഡ്രെയിനേജ് സംവിധാനത്തിനെ മൊത്തം തടഞ്ഞു നിർത്തുന്ന രീതിയിൽ, അതിനകത്ത് കുപ്പി വാരിയിടുന്ന രീതിയിലൊക്കെ ചെയ്തതോടുകൂടിയാണ് പല മേഖലയിലും നടന്നത്. ഇതിനെ കയ്യേറി ഇതിൻ്റെ മുകളിൽ കൺസ്ട്രക്ഷൻ നടത്തുകയും പലയിടത്തും മണ്ണിട്ട് മൂടുകയൊക്കെ ചെയ്തതോടുകൂടി വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലമില്ല. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. വളരെ താഴ്ന്ന പ്രദേശമാണ്, പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം ഇരിക്കുന്ന പ്രദേശം. അവിടെ നിന്ന് വെള്ളം ഒഴുകി പോകാനുള്ള കൃത്യമായ സംവിധാനം ഉണ്ടായിരുന്നു. അത് നേരെ ശംഖുമുഖം കടലിലാണ് പോയി ചേരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഫെസിലിറ്റി മുഴുവൻ അടച്ചു. അതുപോലെയാണ് ജാംനഗറിൽ ഈ പറയുന്ന നദിയുടെ പ്രദേശത്ത്, രാഗ്മതി റിവറിൻ്റെ പ്രദേശത്ത്, അതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ കയ്യേറി താമസിച്ചതോടുകൂടി ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് തന്നെയാണ് പ്രശ്നം. അവിടെ നദിക്ക് ഒഴുകാൻ കഴിയില്ല. അപ്പം നദി എന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി ആൾക്കാർക്ക് ദുരിതം ഉണ്ടാകും. പ്രേംസുഖ് ദേലു എന്ന് പറയുന്ന സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന പൊളിക്കൽ പ്രക്രിയയെല്ലാം തന്നെ നടന്നത്. വലിയ രീതിയിലുള്ള സന്നാഹങ്ങളോടുകൂടി വന്നാണ് നിരവധി JCBകൾ, ഹിറ്റാച്ചികൾ, ലോറികൾ ഇതെല്ലാം കൊണ്ടുവന്ന്
പൊളിക്കാനുള്ള ആൾക്കാരെ എല്ലാം കൃത്യമായിട്ട് നിർത്തിക്കൊണ്ടാണ് ഈ ഇല്ലീഗലായിട്ടുള്ള ബിൽഡിങ്ങുകൾ 300ഓളം വരുന്ന ബിൽഡിങ്ങുകളെല്ലാം തന്നെ തകർത്തത്. ഇതിൻ്റെ അകത്ത് റിലീജിയസ് ആയിട്ടുള്ള വർഷിപ്പിംഗ് കേന്ദ്രം, അതായത് ആരാധനാ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം പൊളിച്ച് നീക്കിയിട്ടുണ്ട്. നാല് ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവയെല്ലാം തന്നെ പൊളിച്ച് നീക്കിയിട്ടുണ്ട്. അങ്ങനെ പൊളിച്ച് നീക്കുമ്പോഴാണ് ഒരു പള്ളിക്കകത്ത് ഈ പറയുന്ന സ്വിമ്മിംഗ് പൂളും ഈ ബാത്ത് ടബും വിശാലമായ മുറികളും ഒക്കെ ഉണ്ടായിരുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഇവിടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തിയിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും അന്വേഷണത്തിനായിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ആ പ്രദേശത്തെ ഇപ്പോൾ ഡിമോളിഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. 8 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള പ്രദേശമാണത്. അവിടെ ഭാവിയിൽ ഇനി കയ്യേറ്റം ഉണ്ടാകാതിരിക്കാനായിട്ട് ഉള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നദിക്ക് കൃത്യമായി ഒഴുകാനും ആ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കാനും ഒക്കെ ആയിട്ടാണ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നമുക്കറിയാം അനധികൃത കയ്യേറ്റങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. പല വിധത്തിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പറയുന്ന സാധാരണഗതിയിൽ ഉത്തർപ്രദേശിലെ റോഡുകളിൽ വരെ കയ്യേറിയിരുന്നു മുമ്പ് ജനങ്ങൾ. ആ റോഡിലെ കയ്യേറ്റമൊക്കെ മതിയാക്കിയിട്ടാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ ഈ പറയുന്ന അവിടുത്തെ ട്രാഫിക് സംവിധാനങ്ങളും എല്ലാം പരിഷ്കരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ബച്ചു നഗർ കോളനിയിലെ എക്സ്റ്റൻഷൻ സ്ഥിതി ചെയ്യുന്ന മുസ്ലിം പള്ളി 25 വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു അനുമതിയുമില്ലാതെ നിർമ്മിച്ചതാണ്. ഇത്തരത്തിൽ 4 മുസ്ലിം പള്ളികളാണ് കോളനിയിലുള്ളത്. കെട്ടിടം പൊളിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ അത്ഭുതപ്പെടുത്തുന്ന ആഡംബര സൗകര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രംഗമതി നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പരിസ്ഥിതി ലോല മേഖലകളിലാണ് ഈ വീടുകളിൽ പലതും നിർമ്മിച്ചിരുന്നത്. മഴക്കാലത്ത് ജാംനഗറിൻ്റെ ചില ഭാഗങ്ങളിൽ ആവർത്തിച്ചുള്ള വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും ഇത് കാരണമാകാറുണ്ട്. 300 കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു എന്നുള്ളത് വാർത്ത വിശദമായി പങ്കുവയ്ക്കുന്നു. നമ്മുടെ നാട്ടിലല്ലാതെ, കേരളത്തിൽ, ഇന്ത്യയിലും അല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്ത് ഇത്തരത്തിലൊരു പള്ളിയോ അമ്പലമോ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ കഴിയൂ? അതായത് നമ്മൾ സ്വീഡൻ, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇപ്പോൾ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നില്ല, ഇല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകൾ കിട്ടുന്നില്ല. അപ്പോൾ ബിൽഡിംഗ് കെട്ടുകയാണെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വാഹനങ്ങൾ വരുമെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ ഇത്ര പേരുണ്ടാവുമെന്ന് അനുമാനിക്കാമല്ലോ. അപ്പോൾ എത്ര വാഹനങ്ങൾ വരും? ഇത്ര ആൾക്കാരോട് 100 ആൾക്കാർ വരെ ഉണ്ടാകുമെങ്കിൽ 150 200 അവിടെ സന്ദർശകരുണ്ടാകുമല്ലോ. ഈ വരുന്ന ആൾക്കാരെ കാണാൻ ആൾക്കാർ വരും. അപ്പോൾ 200 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാകും. ആ സ്പേസ് ആദ്യം കാണിക്കൂ, എന്നിട്ട് കെട്ടിടത്തിന് അനുമതി തരാം. ഇതാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ സർക്കാരുകൾ എടുക്കുന്ന തീരുമാനം. അങ്ങനെ തീരുമാനം എടുക്കുന്നത് കൊണ്ട് തന്നെ അനധികൃത കയ്യേറ്റം വരില്ല. ഇപ്പം ഞാനൊരു അമ്പലം പണിയുന്നു എന്ന് വെച്ചോളൂ. എൻ്റെ അമ്പലത്തിലേക്ക് ദിവസം 150 പേര് വരും. അപ്പോൾ സർക്കാർ ചോദിക്കും 150 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ആ സ്പേസ് കാണിച്ചു കൊടുത്താൽ മാത്രമേ അവിടെ കൺസ്ട്രക്ഷനുള്ള അനുമതി തരുള്ളൂ. ഇതാണ് ലോകത്തെല്ലായിടത്തും തുടരുന്ന ഈ പറയുന്ന സ്വാഭാവികമായ ഒരു നിയമം അല്ലെങ്കിൽ ഒരു നടപടി. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദിവസവുമുള്ള ഗൾഫ് വാർത്തകൾ എടുത്തു നോക്കുക. UAE-യിലായാലും സൗദിയിലായാലും ഖത്തറിലായാലും കുവൈറ്റിലായാലും ഒക്കെ തന്നെ അവിടെ ട്രാഫിക് പരിഷ്കരണങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന സ്ഥലങ്ങൾ മാത്രമേ പാർക്ക് ചെയ്യാവൂ, ഇന്ന സ്ഥലത്ത് ഇത്ര രൂപയ്ക്കാണ് പാർക്കിംഗ്, നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ പോകണമെങ്കിൽ ഇന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് വേണം ആ മേഖലയിലേക്ക് കടക്കാൻ. അല്ലാതെ കണ്ടെടുത്ത് കൊണ്ട് വണ്ടി ഇടാൻ കഴിയില്ല, കണ്ടെടുത്തൂടെ പോകാൻ കഴിയില്ല, അനുമതിയില്ലാതെ ഒരു നിർമ്മിതിയും പറ്റില്ല. ഒരു മേഖലയിൽ എന്തൊക്കെ അനുമതി വേണോ അതെല്ലാം നടത്താനായിട്ട് കൃത്യമായ ഒഫീഷ്യൽസിൻ്റെ അംഗീകാരം ഉണ്ടായിരിക്കണം. ഇനി നടത്തിയ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ സർക്കാരിനെ അറിയിക്കണം. ഇവിടെ ഇത്തരത്തിലുള്ള നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഡിമോളിഷൻ നടത്തേണ്ടി വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു മുസ്ലിം പള്ളിക്കകത്ത് സ്വിമ്മിംഗ് പൂളും ബാത്ത് ടബും അടക്കമുള്ള സൗകര്യങ്ങളും വലിയ തോതിലുള്ള മുറികളും അത്യാഡംബര ബാത്റൂമുകളും ഒക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിശ്വാസിക്ക് പള്ളി എന്ന് പറയുന്ന, മസ്ജിദ് എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായ സ്ഥലമാണ്. ആ സ്ഥലത്തിനെ അവർ വളരെ ആരാധനയോടുകൂടിയും വളരെ വിനയാന്വിതരായിട്ടുമാണ് കണക്കാക്കുന്നത്. പള്ളി എപ്പോഴും പ്രാർത്ഥനയുടെയും സേവനത്തിൻ്റെയും കേന്ദ്രമാണ് എന്നുള്ളതാണ് ശരിയായ വസ്തുത. ആ വസ്തുതകളെ മാനിക്കാത്ത, ഇല്ലെങ്കിൽ തിരിച്ചറിയാത്ത ആൾക്കാരാണ് അനധികൃതമായിട്ട് പള്ളി സ്ഥാപിക്കുന്നത്. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സമീപത്തുള്ള മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും ഹിന്ദു ദേവാലയങ്ങളായാലും ഇനി സിഖ് ദേവാലയങ്ങളായാലും എല്ലാം തന്നെ ഒരു സ്ഥലത്ത് കൃത്യമായിട്ടുള്ള അനുമതി വാങ്ങിച്ചാണ് സ്ഥാപിക്കുന്നത്. കാരണം ആ സ്ഥലം എന്ന് പറയുന്നത് ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും ഹൃദ്യമായ സ്നേഹത്തിൻ്റെ ഒരിടം കൂടിയായിട്ടാണ് മാറേണ്ടത്. ഇത്തരത്തിൽ അനധികൃതമായിട്ടല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.